കഫ് സിറപ്പ് മരണങ്ങൾക്ക് പിന്നാലെ നിബന്ധനകൾ കർശനമാക്കി കേരളം. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകരുതെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചു. സംസ്ഥാനം പ്രത്യേക മാർഗരേഖയും പുറത്തിറക്കും. ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, ഈ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഉന്നതതല യോഗമൊക്കെ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ എന്തൊക്കെ മുൻകരുതലുകളിലേക്കാണ് അല്ലെങ്കിൽ എന്തൊക്കെ നടപടികളിലേക്കാണ് കേരളം കടക്കുന്നത്? അമൃത, സംസ്ഥാനത്ത് ഈ ചുമയുടെ മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനകത്ത് സംസ്ഥാനം ഒരു പ്രത്യേക മാർഗരേഖ പുറത്തിറക്കും എന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് ചുമയുടെ മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് പരിശോധിച്ച് അടിയന്തരമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ആരോഗ്യമന്ത്രി ഒരു 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ, അതുപോലെ തന്നെ ചൈൽഡ് ലൈൻ നോഡൽ ഓഫീസർ, അതുപോലെ തന്നെ ഇന്ത്യൻ അക്കാഡമിക് ഓഫ് പീഡിയാട്രിക്സിന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഈ 3 പേരടങ്ങുന്ന ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ വിദഗ്ധ സമിതി സംസ്ഥാനത്തെ ചുമയുടെ മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പഠിച്ച് ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഒരു മാർഗരേഖ കൂടി തയ്യാറാക്കും. അതിനുശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്ക് ആരോഗ്യ വകുപ്പ് കടക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ചുമയുടെ മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർഗരേഖ തയ്യാറാക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടറിന്റെ കുറിപ്പടിയില്ലാതെ ഒരു കാരണവശാലും മരുന്ന് നൽകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം കൂടി ആരോഗ്യമന്ത്രി കൈക്കൊണ്ടിട്ടുണ്ട്. ആശുപത്രികളിലോ അതുപോലെ തന്നെ മറ്റ് ഫാർമസികളിലോ എത്തുന്ന കുട്ടികൾക്ക് ഡോക്ടറിന്റെ കൃത്യമായിട്ട് അംഗീകൃത ഡോക്ടറിന്റെ കുറിപ്പടിയില്ലാതെ ഒരു കാരണവശാലും മരുന്നുകൾ നൽകാൻ പാടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ചുമയുടെ മരുന്ന് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നൽകാൻ പാടില്ല. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ചുമയുടെ മരുന്നുകൾ നൽകുമ്പോൾ അതിനകത്തടക്കം കൃത്യമായിട്ടുള്ള പരിശോധനകളും മറ്റ് മാനദണ്ഡങ്ങളും പാലിക്കണം എന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളടക്കം ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരുന്നു. ഈ പറയുന്ന രീതിയിൽ പഴയ കുറിപ്പടി കൊണ്ടുവന്ന് പോലും ആശുപത്രികളിൽ നിന്ന് മരുന്ന് വാങ്ങാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ചുമയുടെ മരുന്ന് വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് മറ്റൊരു കുട്ടിക്ക് വാങ്ങിയതാണെങ്കിൽ പോലും അത് വേറൊരു കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല. ഡോക്ടർമാർ കൃത്യമായിട്ടുള്ള അളവിലും തൂക്കത്തിലും, ഒരു കുഞ്ഞിന്റെ തൂക്കത്തിനനുസരിച്ചാണ് ഡോക്ടർമാർ ആ കുഞ്ഞിന് എത്രമാത്രം മരുന്ന് ഏത് ഡോസിൽ നൽകണം എന്നുള്ള കാര്യം തീരുമാനിക്കുക. എന്നാൽ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ഈ മരുന്ന് തങ്ങൾക്ക് ലഭിച്ചതാണ്, അത് ചുമയുടെ മരുന്നായതുകൊണ്ട് മറ്റൊരു കുട്ടി കൂടി കൊടുക്കാം എന്നുള്ള തീരുമാനം രക്ഷിതാക്കളോ മറ്റ് ബന്ധപ്പെട്ട ഈ കുട്ടിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ആരും തന്നെ സ്വീകരിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ആരോഗ്യമന്ത്രി വീണ ജോർജ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ ചുമയുടെ മരുന്ന് കഴിച്ച് കുട്ടികൾ മരിക്കാനിടയായ സാഹചര്യത്തെ അതീവ ഗൗരവത്തിൽ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കോൾഡ്രിഫ് മരുന്നിന്റെ വിൽപ്പനയും അതിന്റെ ഉപയോഗവും എല്ലാം സംസ്ഥാനത്ത് നിർത്തിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോലത്തെ ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലവിലില്ല. ഇപ്പോൾ കോൾഡ്രിഫിന്റെ മരുന്ന് KMSCL വഴി കേരളത്തിൽ വിതരണം ചെയ്യുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഈ കോൾഡ്രിഫിന്റെ CSR എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന മരുന്നാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും വിതരണം ചെയ്യുന്നത്. അത് കേരളത്തിൽ വിതരണം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്ത് ഇല്ല എങ്കിൽ പോലും ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ ആരോഗ്യവകുപ്പ് കടന്നിരിക്കുന്നത്. എന്തായാലും വിദഗ്ധ സമിതിയുടെ ഒരു റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും സംസ്ഥാന ആരോഗ്യവകുപ്പ് ചുമയുടെ മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർഗരേഖ പുറത്തിറക്കുക. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.